അമേരിക്കയുടെ അഭിമാനമായ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ഇറാൻ ആക്രമിച്ചതായ വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. 5000-ലധികം സൈനികരും 100ഓളം യുദ്ധവിമാനങ്ങളും അനവധി മിസൈലുകളുമുള്ള ഈ കപ്പലാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാനായി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ലോകരാജ്യങ്ങളെ തന്നെ അമ്പരപ്പിക്കുന്ന ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തന്റെ മരണത്തിലൂടെ ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടത്തിന് കൂടിയാണ് ആയത്തുള്ള അലി ഖമനേയി വീര്യം പകർന്നിരിക്കുന്നത്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിലൊളിച്ചതുപോലെ ബംഗറിലൊളിച്ചല്ല എന്നത് തന്നെ ഖമനേയി മരണത്തെ ഭയപ്പെട്ടില്ല എന്നതിന് തെളിവാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ ആഗ്രഹിച്ച പോരാളിയായ ഇറാൻ നേതാവാണ് ഖമനേയി. തീർച്ചയായും ഖമനേയി പോയാൽ ഇല്ലാതാക്കുന്ന സേനയല്ല ഇറാൻ വിപ്ലവ സേന എന്നതും നാം ഓർക്കണം. ആയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായി വരാൻ പോകുന്നത് രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനിയാണ്. സ്വന്തം പിതാവിന്റെ രക്തസാക്ഷിത്വത്തിനോട് ഒരു മകൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 27 അമേരിക്കൻ താവളങ്ങൾ ഇതിനകം തന്നെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ഒരു യുദ്ധക്കപ്പൽ ആക്രമിച്ചതായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഖമനേയിയുടെ രക്തസാക്ഷിത്വത്തിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചങ്ക് തകർക്കുമെന്നാണ് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖമനേയിയോ ഉന്നത സൈനിക മേധാവിമാരോ കൊല്ലപ്പെട്ടാൽ തകരുന്ന സംവിധാനമല്ല ഇറാൻ സൈന്യത്തിനുള്ളത്. അവർക്ക് ബദർ സംവിധാനങ്ങൾ നിരവധിയുണ്ട്. കഴിഞ്ഞ ജൂണിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ഉന്നത സൈനിക മേധാവിമാരെ ചാവേർ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നാം കണ്ടതാണ്. സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടാൽ അപ്പോൾ തന്നെ പുതിയ മേധാവിമാർ ചാർജ് എടുക്കുന്ന രൂപത്തിലാണ് ഇറാൻ സേനകളുടെ സംവിധാനം. അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ നടന്ന വ്യാപക ആക്രമണത്തിൽ ഇതിനകം തന്നെ അനവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങളും ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. ആ കണക്ക് നാണക്കേട് കൊണ്ടാണ് അമേരിക്ക പുറത്തുവിടാത്തത്. പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കുടപിടിക്കുന്നതിനാൽ ഇറാന്റെ നഷ്ടം മാത്രം ഉയർത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത്. ഇസ്രായേലിനും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ വീണിട്ടുണ്ട്. അതിന്റെ കെടുതികൾ എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. ടെൽ അവീവും ഹൈഫൈ എന്നിവ ഉൾപ്പെടെ അധിനിവേശ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ സൈനിക വിഭാഗമായ IRGC 4 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഭയന്ന് ഇപ്പോൾ ഉറപ്പുള്ള ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. ഇറാന്റെ ജനവാസ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിലെ ജനവാസ കേന്ദ്രത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അനവധി പേർ ഇവിടെയും കൊല്ലപ്പെട്ടതായാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ ആക്രമിച്ച് കീഴടക്കി അവിടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താൽപ്പര്യമുള്ളയാളെ ഭരണമേൽപ്പിക്കാമെന്ന അജണ്ട ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആക്രമിച്ച് കീഴടക്കി വഴുതിയിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സൈനിസ്റ്റ് തന്ത്രവും ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിലൂടെ ഇനി നടക്കുകയില്ല. ഖമനേയി കൊല്ലപ്പെട്ടാൽ ഇറാനിൽ ആഭ്യന്തര കലാപമുണ്ടാകുമെന്നും അതോടെ ഭരണമാറ്റം സംഭവിക്കുമെന്നും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്ക് തെറ്റിക്കുന്ന സംഭവവികാസങ്ങളാണിത്. ഇറാൻ ഇനിയും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ സമയം ഇത്രയും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടം അമേരിക്കയ്ക്കൊപ്പമാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഇറാൻ പോരാളികളുടെ രാജ്യം തന്നെയാണ്.